അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമുക്ക് പൊതുവേ കേരള PSCയിൽ മാർക്ക് നഷ്ടപ്പെടുന്ന ഒരു ഭാഗമാണല്ലോ കറണ്ട് അഫേഴ്സ്. അപ്പോൾ നമ്മൾ കൃത്യമായി ആ ഒരു ഭാഗം പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ആ മാർക്ക് നഷ്ടപ്പെടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കണം. അത് റിപ്പീറ്റായി പഠിച്ചു പോകണം. ഇല്ലെങ്കിൽ നമുക്ക് ആ എക്സാം ഹോളിൽ ഇരിക്കുന്ന ടൈമിൽ ഡൗട്ടുകളൊക്കെ വരും. അപ്പോൾ ആ ഒരു ഡൗട്ട് ഇല്ലാണ്ടിരിക്കണമെങ്കിൽ നിങ്ങൾ റിപ്പീറ്റായി പഠിക്കുക എന്നുള്ളത് മസ്റ്റാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചോദിക്കാൻ ചാൻസ് ഉള്ള 15 കറണ്ട് അഫേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ ക്രിക്കറ്റർ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ ക്രിക്കറ്റർ MS ധോണിയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായിട്ടുള്ളത് MS ധോണിയാണ്. ഓൺലൈൻ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും ചൂഷണങ്ങളെക്കുറിച്ചും കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനായി കേരള പോലീസും ബച്ചുപൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കൂട്ട്. എന്താണ് കൂട്ട് എന്ന പദ്ധതി? ഓൺലൈൻ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും ചൂഷണങ്ങളെക്കുറിച്ചും കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനായിട്ട് കേരള പോലീസും ബച്ചുപൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കൂട്ട്. നെക്സ്റ്റ്, കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ്. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് U ഷറഫ് അലിയാണ് കേട്ടോ. U ഷറഫ് അലിയാണ് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ്. ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം. ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ചോദിച്ചാൽ അത് ഓഗസ്റ്റ് 23 ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഓഗസ്റ്റ് 23 നോട്ട് ചെയ്ത് വെക്കുക. ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഓഗസ്റ്റ് 23. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് P വത്സലയ്ക്കാണ്. P വത്സലയ്ക്കാണ് 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. 2022 ലഭിച്ചത് ആർക്കാണ്? 2022 ലഭിച്ചിട്ടുള്ളത് സേതുവിനാണ്. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് സേതുവിനാണ്. 2023 ലഭിച്ചിട്ടുള്ളത് SK വസന്തനാണ്. SK വസന്തനാണ് 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ 2021 P വത്സല, 2022 സേതു, 2023 SK വസന്തനാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചോദിച്ചാൽ അത് ഇന്ത്യയാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്നത് പശ്ചിമ ബംഗാളാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണമില്ലുകളൊക്കെ കാണപ്പെടുന്നത് എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ്. 2024 നടക്കുന്ന ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം ഏതാണ്? 2024 നടക്കുന്ന ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം ചോദിച്ചാൽ അത് പാരീസ് ആണ്. 2024 നടക്കുന്ന ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരമാണ് പാരീസ്. 2023 ഇന്ത്യ അധ്യക്ഷ സ്ഥാനം വഹിച്ച G20. 2023 G20ക്ക് അധ്യക്ഷ സ്ഥാനം വഹിച്ചിട്ടുള്ളത് ഇന്ത്യയാണ് എന്നൊരു ചോദ്യം നമുക്ക് അവിടെ നിന്ന് കിട്ടിയില്ലേ. 2023 G20ക്ക് അധ്യക്ഷ സ്ഥാനം വഹിച്ചിട്ടുള്ളത് ഇന്ത്യയാണ്. അപ്പോൾ 2024 അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ പോകുന്ന രാജ്യം ഏതാണ്? 2024 G20ക്ക് അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ പോകുന്ന രാജ്യം ചോദിച്ചാൽ അത് ബ്രസീലാണ്. ഓർത്തിരിക്കുക, 2024 G20ക്ക് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് ബ്രസീലാണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ചോദിച്ചാൽ അത് തൃശ്ശൂരാണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ലയാണ് തൃശ്ശൂർ. 2024 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2024 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് റഫീഖ് അഹമ്മദിനാണ്. 2024 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് റഫീഖ് അഹമ്മദിനാണ്.
മൂന്നിൽ ആർക്കായിരുന്നു 2023 ലഭിച്ചിട്ടുള്ളത്? സുഭാഷ് ചന്ദ്രനാണ് കേട്ടോ. സുഭാഷ് ചന്ദ്രനാണ് 2023 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. സുഭാഷ് ചന്ദ്രനാണ്. 2024 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് റഫീഖ് അഹമ്മദിനാണ്. കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി എന്താണ്? കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് സ്നേഹസ്പർശം. സ്നേഹസ്പർശം പദ്ധതി ഓർത്തിരിക്കുക. കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് സ്നേഹസ്പർശം. ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത്? ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായിട്ടുള്ളത് രുചിര കമ്പോജ് ആണ് കേട്ടോ. രുചിര കമ്പോജ് ആണ് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായിട്ടുള്ളത്. ഇന്ത്യയിലെ ആദ്യ സോളാർ ഗ്രാമം ഏതാണ്? ഇന്ത്യയിലെ ആദ്യ സോളാർ ഗ്രാമം മൊധേരയാണ്. ഇന്ത്യയിലെ ആദ്യ സോളാർ ഗ്രാമം. അന്തർദേശീയ ബാലവേല വിരുദ്ധ ദിനം എന്നാണ്? അന്തർദേശീയ ബാലവേല വിരുദ്ധ ദിനം ചോദിച്ചാൽ ജൂൺ 12 ആണ്. ജൂൺ 12 ആണ് അന്തർദേശീയ ബാലവേല വിരുദ്ധ ദിനം. സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഏതാണ്? സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയാണ് അമൃതം ആരോഗ്യം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അമൃതം ആരോഗ്യം. സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടുള്ള ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയാണ് അമൃതം ആരോഗ്യം. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട 15 കറണ്ട് അഫയേഴ്സ് ആണ് ഈ ഒരു വീഡിയോയിൽ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഡെയിലി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചു പോവുക കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്